ഇതുപോലെ മടിയന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതല്ല ഗൈസ്. അതപ്പോൾ ആരെങ്കിലും വരുവാണ് വണ്ടി എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഇവിടെ ഇട്ടിട്ട് വണ്ടി എടുത്തിട്ട് ഓടാലോ എന്ന് വിചാരിച്ചിട്ടാണ് വണ്ടിയെ തന്നെ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നത്. ഹായ് ഹായ് പറഞ്ഞു. ഹായ്, നമ്മൾ പൂ പറിക്കാൻ പോകാന്ന് പറയാം. പൂ പറിക്കാൻ പോകണ്ട. മലബാർ ഗോൾഡിന്റെ പാത്രത്തിനകത്താണ് ഞങ്ങൾ പൂ പറിക്കാൻ പോണത്. കണ്ടോ, ഇതിനകത്ത് നമ്മൾ പൂ ശേഖരിക്കാൻ പോണത്. പിന്നെ വേറൊരു കവറുണ്ട്. അപ്പൊ നമ്മൾ പൂ ശേഖരിക്കണ കാഴ്ചയാണ് നാളത്തെ പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. ബാ, ഈ സൈഡില് കുറച്ച് പൂക്കളുണ്ട്. നമ്മളത് പറിക്കാനായിട്ട് വന്നേക്കണേ. ഇത് പറിക്കാം. ഇത് രണ്ടും നമുക്ക് രണ്ടെണ്ണത്തിനകത്ത്, അല്ലെങ്കിൽ ഇത് മിക്സ് ആയി പേസ്റ്റാവും. അപ്പൊ നമുക്ക് ഇത് ഞങ്ങളിനി വേലിപ്പറ്റി എന്ന് പറയണേ. ഇവിടെ എന്താ പറയണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എന്നാ പറയണേ? കൊങ്ങിണിയാ? ദൈവമേ, ഇവരിതിന് കൊങ്ങിണി എന്നാ പറയണേന്ന് തോന്നുന്നു. എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളെ നാട്ടിൽ ഇതിന് എന്നാ പറയണേന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെങ്കിലും ഒരു കമന്റ് ഇടണേ. അങ്ങനെങ്കിലും ഒരു കമന്റ് ഇടണേ. ഞങ്ങൾക്ക് കമന്റ് ഇടാൻ ആരും ഇല്ല ഗൈസ്. നമ്മളെ വീഡിയോ ലൈക്ക് ഇല്ല, കമന്റ് ഇല്ല, സബ്സ്ക്രൈബ് ഇല്ല. നമ്മളിങ്ങനെ ഇതുപോലെ കഷ്ടപ്പെട്ട് കാട്ടിലും മേട്ടിലും മഴയിലും വെയിലിലും നടന്നു. പക്ഷെ നമുക്കൊരു ലൈക്കില്ല, സബ്സ്ക്രൈബറില്ല, ഒന്നുമില്ല ഗായ്സ്, ഒന്നുമില്ല. പൊന്ന് പൂ പറിച്ചിടുന്ന കാണിക്കരുത്. ഇത് നമുക്ക് ഇതിനകത്തില്ല. ഇത് മിക്സ് ആയി പോകും. കാരണം ചെറിയ പൂവായോണ്ടേ. ഇതിങ്ങനെ തൊടുമ്പോ തന്നെ ഇതിങ്ങനെ ഇറങ്ങി പോരുവേ. ഞങ്ങളിതിന് വേലിപ്പരുത്തി എന്ന് പറയണേ. സാധാരണ ഇതിന്റെ മണം എന്ന് പറയുന്നത് തന്നെ ഒരു ഓണത്തിന്. ഇത് പറിക്കുമ്പോൾ തന്നെ ഓണം വന്ന പോലെ തോന്നുന്നു. കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പറിക്കാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ പറിച്ചുകൊണ്ട് വരുന്നത് ഇതാണ്. ഈ കൊങ്ങിനി ഇവര് പറയുന്നത് അറിയത്തില്ല അതിനെപ്പറ്റി. പൊന്നും പൂ പറിച്ചിടുന്നുണ്ട്. കുറച്ച് അതല്ല ഇതേട്. മതി. ഇപ്പം പൊന്നും പപ്പായും കൂടെ പൂ പറിക്കാൻ വേണ്ടി പോവാ. എന്നാ ആയിക്കോട്ടെ. എന്നാണ് കൊങ്ങിണിപ്പൂ പറിക്കണം. ഇതിന് കൊങ്ങിണിപ്പൂ പൈസയില്ല ഇല്ലെന്ന് തോന്നുന്നു. ഉണക്കൂടാൻ വേണ്ടിയാണ്. ഉണക്കൂടാൻ വേണ്ടിയുള്ള പൂക്കൾ ശേഖരിക്കാണ്. ഞാനും കൊല്ലുണ്ട്. കുഴപ്പമില്ല. വെറുതെ പൊഴിഞ്ഞു പോകൂലേ. നമ്മള് ഇവിടെ നിന്നുള്ള പൂ പറിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള പൂ പറിച്ച് കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത സ്ഥലം പോകാണോ? കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി കൊങ്ങിണിപ്പൂ അത് പറിക്കാൻ പോകും. അറിയാൻ പോവാം. നമ്മൾ പൂ പറിക്കാൻ പോകുമ്പോൾ നമ്മുടെ സാറിന് കേട്ടോ. സാറിൻ്റെ എന്താ കുഞ്ഞുപിള്ളേർ പറഞ്ഞു മൈക്കിൻ്റെ അല്ലേ? മൈക്കിൻ്റെ കുഞ്ഞുപിള്ളേർ സാറ് വേണ്ട വന്ന് നമ്മുടെ ഓണാഘോഷിക്കുന്നുണ്ടോ നമ്മുടെ പാർക്ക്. അത് ആ പാർക്കിൽ വന്ന് പിള്ളേരെ കണ്ട് കണ്ട് കളിച്ചോണ്ടിരിക്കുവാണ്. എന്താ കളിച്ചോ എന്താ സാറവിടെ നിൽപ്പുണ്ട്. സാറവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. ഇമാര് കളിക്കുന്ന ഇതിനകത്തുണ്ട് കേട്ടോ.
അളിയൻ്റെ ആ ആ ഓ ആ അതാ ഞാൻ ഒരേ ഏജിൽ ഇരിക്കണേ. എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വള്ളത്തിലേക്ക് കയറിയിരുന്നു. ഇഷ്ടപ്പെട്ട ഇവിടെയൊക്കെ ഇവര് വീട് എവിടെയാ? പോട്ടെ എന്നാ ഓളായല്ലോ വീട്ടില്. പോയില്ലേ? എന്നാ പോണ വീട്ടിൽ? ഓ ഇനി ഓണൊക്കെ കഴിഞ്ഞ പോകണല്ലോ. ഓ ആ പനി കുറയാനാണ് വെള്ളത്തിൽ കിടക്കണേ. ആഹാ പനി കുറഞ്ഞിട്ടേ പോളുന്നു. പനി കുറഞ്ഞിട്ട് വെള്ളത്തിൽ കിടക്കണ പനി കുറയാതിരിക്കാനാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ എല്ലാ അഡ്വാൻസ് ഓണാശംസകൾ കേട്ടോ. ഓണൊക്കെ അടിച്ചു പൊളിക്കും കേട്ടോ. ഇനിയിപ്പോ അധികം ദിവസം ഇല്ലല്ലോ. എന്നാ പോവാണേ. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം പറ. ഈ മൊബൈലെ നോക്കി പറ. ഇവര് രണ്ടുപേരേ ഉള്ളു അവർക്ക്. ഇനി നോക്ക് രണ്ടുപേരും ഇനി നോക്കി ഹാപ്പി ഓണം പറ. ആ ഇങ്ങനെ നോക്കി ഈ മൊബൈലാ നോക്കി പറ. ആ പറഞ്ഞോ. ആ ഓക്കെ. എന്തായാലും നമ്മൾ ഒരു ഓറഞ്ച് നിറമുള്ള പൂക്കളോട് പറിക്കുവാൻ. എൻ്റെ ബന്ധിപ്പാന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഷോർട്സ് കൂടി എടുക്കാമായിരുന്നു. പൂവ് കണക്ട് ചെയ്യും. പൊന്നു പൂ എങ്ങനെയുണ്ട്? പൂറി ഓണം പൂ കുറച്ച് കേട്ടോ. വഴി സൈഡിൽ നിന്നാണ് പൂക്കളെല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. വഴി സൈഡിൽ എന്ന് വെച്ചാൽ ഓരോ വീട്ടുകാർ വെച്ചേക്കുന്നതാണ്. മതിയോ? ഇതിൽ പറിച്ചോ. വെള്ളപ്പൂവൊക്കെ നമ്മുടെ തീർന്നില്ല. നമ്മൾ മൊസാണ്ട പറിക്കുവാണ്. രണ്ടെണ്ണം മതി. ഇത് അരിഞ്ഞിട്ടാ നമുക്ക് അകത്തെ. ബോൾസം എന്നാണ് നമ്മൾ പണ്ടോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് ബ്ലോസം എന്നാണ് പറയണതെന്നാണ് എനിക്ക് തോന്നണത്. ഇത് കുറച്ചേ ഉള്ളൂ റെഡ് കളറ്. നമുക്ക് ചെറിയ വട്ടത്തിനകത്തിടാം. അപ്പം നമ്മുടെ 6ാമത്തെ പൂ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. 6ാമത്തെ കളറ് പൂ. നമ്മുടെ ചേട്ടനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പാടാ ഭയങ്കര. വണ്ടിയിലിരുന്നാണ് വീഡിയോ എടുക്കണത്. അതുപോലെ വിഷമിച്ചാണ് എടുക്കണത്. ഇതുപോലെ മടിയന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതല്ല ഗൈസ്. അതപ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഇവിടെ ഇട്ടിട്ട് വണ്ടി എടുത്തിട്ട് ഓടാലോ എന്ന് വിചാരിച്ചിട്ടാണ് വണ്ടിയെ തന്നെ ഇരുന്നിട്ട് വീഡിയോ എടുക്കണത്. മതി പോയേക്കാം. ശരി എന്നാൽ നമ്മുടെ പൂശേഖരണം കഴിഞ്ഞു. നാളെ നമുക്ക് പുതിയ ദിനത്തിൽ നമുക്ക് പൂക്കളം ഇട്ട് ആരംഭിക്കാം. ബായ്. അപ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്ത് പോയപ്പം മുക്കൂറ്റി നിൽപ്പുണ്ടോ? മുക്കൂറ്റി പറിക്കുവാണേ. പൂവുള്ള മുക്കൂറ്റി. അതെ ഇതിഞ്ഞ് പറിച്ചോ. ചേട്ടാ ഇത് നീ താപ്പിച്ചേ. എന്താണ് മഴ പിടിച്ചു. ശരി ഓക്കെ. അതിൻ്റെ പ്യൂല്ലേ കട്ടിയില്ലേ? അപ്പം നാളത്തെ നമ്മുടെ വീഡിയോയിൽ ഇത് പൂക്കളം എന്താണെന്ന് ഒരുക്കണമെന്ന് നമ്മൾ കാണിക്കണമായിരിക്കും. അപ്പം നമ്മളിതെല്ലാം കൊണ്ടൊന്ന് സൂക്ഷിച്ച് വെക്കും. ഒരുക്കിയിട്ട് നാളത്തെ വീഡിയോയിൽ കാണിക്കും. ഓക്കെ ബൈ. രാവിലത്തെ ചെറിയ പാചകമാണോ. രാവിലെ നമ്മൾ നിലത്തെ ശലം ഇതിരിപ്പുണ്ട് കേട്ടോ. മത്തങ്ങ പെട്ടെന്ന് തുറന്നപ്പം. പിന്നെ ഇന്ന് പടവലങ്ങ കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ പടവലങ്ങ തോരൻ. പിന്നെ തക്കാളി മുരിങ്ങക്കോലും.
തക്കാളി മെഴുക്കാനും ഉണ്ട്. പിന്നെ എനിക്ക് കഴിക്കാൻ ചപ്പാത്തി, ചില മീൻചാറ്, ഇന്നലത്തെ മസാല ദോശ, പിന്നെ ഉണക്കമീൻ നങ്ക് വറുത്ത കേട്ടോ. നങ്ക് വറുത്തുണ്ട്. സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. മുട്ട പൊരിക്കുന്നത് ആയില്ല പെട്ടെന്ന്. പിന്നെ ശകലം നൂഡിൽസ് ഇരിപ്പുണ്ട്. മില്ലറ്റ് നൂഡിൽസ് ആണോ. ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ കേട്ടോ. നമ്മൾ പൂ ഒരുക്കുകയാണ്. നമ്മൾ ചെറിയ കഴിയാൻ പോവാണ്. ഇതാണ് നമ്മുടെ പൂക്കൾ ശേഖരിച്ചുകൊണ്ട് വന്നത് കേട്ടോ. പൂക്കൂടെ നമ്മുടെ പൂക്കളിലായിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ പൂ. അവിടെ നമ്മൾ ഇടും. എവിടെ ഇടുന്നേ? തറയാണോ? എവിടെയാണ്? മഴയില്ലല്ലോ. മഴ പെയ്തില്ലെങ്കിൽ മഴ പെയ്ത് നമ്മുടെ ഇവിടെ എല്ലാം നനഞ്ഞു കിടക്കുക കേട്ടോ. അവിടെ ചാക്കിട്ട് മൂടി വെച്ചിരിക്കുവാണ്. മഴ പെയ്താൽ നമ്മൾ സിറ്റ് ഔട്ട് ഇടും, ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പൂക്കളത്തിലിടും. ഓക്കെ, പൂക്കൾ അരിയും കേട്ടോ. പൂക്കൾ അരിയുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഞാനും പൂ അരിയാൻ പോവാണ്. ഇത് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ. മണിയാൻറ്റി നമുക്ക് വേണ്ടി ശംഖുപുഷ്പം പറിച്ചു. അമ്മച്ചി പൂ പറിക്കാൻ പോയിരുന്നു. ഇന്ന് എല്ലാവരും ആർപ്പോ വിളിച്ചാണ് പൂ പറിക്കുന്നത്. ആർപ്പോ പറഞ്ഞാണ് പൂ പറിച്ചു തരുന്നത്. പറിച്ചോ. നമുക്ക് സമയം കിട്ടിയില്ല, മഴ ആയതുകൊണ്ട് നമ്മളതുകൊണ്ട് പെട്ടെന്ന് എല്ലാം ചെയ്യുവാണ്. നമ്മളിത് പൂക്കളം ഇടാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. പറയാം. അല്ല, മണിയാൻ്റെ നമുക്ക് വേണ്ടി ശംഖുപുഷ്പം പറിച്ചു കഴിഞ്ഞു. നമ്മൾ തുളസി കതിർ പറിക്കാൻ വന്ന കേട്ടോ. തുളസി കതിർ പറിച്ചേക്കാം. കതിരുള്ള തുളസി. ഹായ് കൂട്ടുകാരെ. അപ്പൊ ഒന്നിട്ട് പറഞ്ഞു ഹായ് കൂട്ടുകാരെ. ഹായ് കൂട്ടുകാരെ, ഇന്ന് ക്രിക്കറ്റ് ദിനാണ്. ഇന്നത്തെ പൂക്കളം ഒരുക്കാൻ വേണ്ടി നമ്മുടെ കൂടെ നമ്മുടെ പുതിയൊരു അതിഥിയുണ്ട് കേട്ടോ. പൂക്കളം ഒരുക്കാൻ വേണ്ടി മാത്രം അപ്പൊ പൊന്നൊരു ചേട്ടായി കൂടിയാണ് ഇന്ന് പൂക്കളം ഒരുക്കണത്. എന്താക്കുമെന്ന് അറിയത്തില്ല. അപ്പൊ എല്ലാവർക്കും ക്രിക്കറ്റ് ദിന ആശംസകൾ. ക്യാമറമാൻ കടക്കാൻ ജോഷുവിന്റെ അമ്മ ലിബി അമ്മയാണ് നമ്മുടെ ക്യാമറമാൻ. അപ്പൊ നമ്മള് പൂക്കളം ഇടാൻ തുടങ്ങുകയാണ്. നമ്മള് പൂക്കളം ചുരിദാർ ചെളി പറ്റില്ല. നമ്മള് മുക്കൂറ്റി ഓരോരോ പൂവായിട്ടാണ് പോകുന്നത്. നിങ്ങൾ കണ്ടാ മതി. പള്ളിയിൽ പോകാൻ വേണ്ടി വന്നു. ഇവിടെ നിന്ന് കണ്ടാ മതി. അപ്പൊ നമ്മള് പൂവിളി പൊന്നോണമായി അടുവാണ്. നീ വരൂ പൊന്നോണത്തിന്. പാട്ട് പാടാ. പൂവിളി പൊന്നോണമായി. ഇത് പൂക്കളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ പിള്ളേരെല്ലാം അലമ്പാക്കി പൊന്നു പരുവാക്കി വെച്ചേക്കാണ് പൂക്കളം. എന്നാലും നമ്മുടെ പൂക്കളം നല്ല അതിമനോഹരമായിട്ടുണ്ട്. അപ്പോൾ
എല്ലാവർക്കും ഒരു തൃക്കേട്ട ദിനാശംസകൾ. അങ്ങനെ തൃക്കേട്ട അല്ല പൂക്കളം ഒരു വടക്കേട്ട ആയിപ്പോയി. എന്നാലും നല്ല ഭംഗിയുണ്ട് പൂക്കളം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പൂക്കളാണ്. അപ്പൊ എല്ലാവർക്കും ശുഭദിനം, നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു. ബൈ ബൈ ബൈ.